സമയക്ലിപ്തത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായതിനാൽ നമുക്ക് ആരംഭിക്കാം. അഭിവന്യ തിരുമേനിയുടെ കൗമ പ്രാർത്ഥനയോടും പ്രാരംഭ പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്, മൈക്ക് അൺമ്യൂട്ടാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്രോതത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരെയുമേ, നിനക്ക് സമാധാനം. കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവേ ശിക്ഷയാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവരെയുമേ ഒഴിഞ്ഞവരുടെ സമയത്തും തേന്നുംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അഭിനന്ദ തിരുമേനി ഇന്നത്തെ നമ്മുടെ ക്ലാസ് നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്ന വന്ദനായ ലൈജു മാത്യു അച്ഛൻ, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ ഓർത്തഡോക്സ് ഹെർമേനിയ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന അംഗങ്ങളെ, സന്തോഷത്തോടുകൂടി നോമ്പിന്റെ ഈ കാലഘട്ടത്തിന്റെ സന്ധ്യയിൽ എവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട ലൈജു മാത്യു അച്ഛനെ പരിചയപ്പെടുത്തുന്നത്. അച്ഛന് തുമ്പവൺ ഭദ്രാസനത്തിലെ മൈലപ്ര സെന്റ് ജോർജ് വലിയപള്ളി ഇടവക അംഗമാണ്. ഇപ്പോൾ തുമ്പവണിലെ തന്നെ എള്ളാക്കൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ആമോസിന്റെ ഈസ്റ്റ് സോണിന്റെ വൈസ് പ്രസിഡന്റിനായും തുമ്പോൺ ഭദ്രാസനത്തിന്റെ ചുമതലയിലുള്ളതായ കോന്നി സെന്റ് തോമസ് കോളേജിന്റെ ഡയറക്ടറായും അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. പുതിയ നിയമ വേദഭാഗത്തിൽ അച്ഛന് ജർമ്മനിയിൽ പോയി ഉപരി പഠനം ഒക്കെയും നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ വിഷയം ഹോളി കുർബാന, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഉള്ളതാണല്ലോ, അതിന് തികച്ചും അച്ഛൻ്റെ ക്ലാസ് അനുഗ്രഹകരമാകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അച്ഛനെ അവർക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അഭിവന്യ തിരുമേനിയുടെ ആമുഖ വാക്കുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റ വാക്കില് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ലൈജു അച്ഛൻ, പ്രിയപ്പെട്ട റംബാച്ചൻ, ജേക്കബ് മാത്യു അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ്സിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്താ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എങ്കിലും അത്യാവശ്യം വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയുടെ ചില കാര്യങ്ങൾ മാത്രം ബഹുമാനപ്പെട്ട ലൈജു അച്ഛൻ നമ്മളോട് പങ്കുവെക്കുമെന്നാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ എൻ്റെ ജൂനിയറായിട്ട് സെമിനാരിയിൽ പഠിച്ചതാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ വളരെ സ്നേഹം,
അന്നു മുതൽ ഉണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ ഈ ക്ലാസ്സിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതായ കൂദാശകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ്റെ ശരീര രക്തങ്ങൾ നൽകി നമ്മെ വീണ്ടെടുപ്പിന്റെ വിലയായി നൽകി നമ്മെ വീണ്ടെടുത്ത നമുക്ക് വേണ്ടി അത് രക്ഷയുടെ ഒരു മാർഗമായിട്ട് തന്നതായ വിശുദ്ധ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാന. ഈ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എന്നും നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നതായ ഒന്നാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവനിൽ വസിക്കുന്ന ദൈവം നമ്മളിലാകുന്നതായ അനുഭവമാണ് വിശുദ്ധ കുർബാനയിലൂടെ അവനോട് ചേരുന്നതായ അനുഭവം. അവൻ്റെ ശരീര രക്തങ്ങളുള്ളതായ പങ്കാളിത്തത്തിലൂടെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായ അഗ്നിക്കടലിനെ കടത്തുന്നതായ സുറിയാനി പിതാക്കന്മാരുടെ ഭാഷയിൽ അഗ്നിക്കടലിനെ കടത്തുന്നതായ പാലമായിട്ട് അത് തീരുന്നു. വിശുദ്ധ കുർബാനയുടെ ഈ രഹസ്യങ്ങളെ നമുക്ക് വിഭജിച്ചു തരുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ലൈജു മാത്യു അച്ഛനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പഠന ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ കുർബാനയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരറ്റത്തു നിന്ന് ഇങ്ങനെ ചെറുക തുടങ്ങാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഞാൻ പവർ പോയിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പകുതിയേ ആയുള്ളൂ. എൻ്റെ കമ്പ്യൂട്ടർ ഇടയ്ക്ക് വെച്ച് കേടായി പോയത് കൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും ആദ്യവും അന്തവും ഒക്കെ ഉണ്ട്. ഇടയ്ക്കത്തെ ഒരു ഭാഗമാണ് പോയിരിക്കുന്നത്. ബാക്കി PPT റിജു അച്ഛനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അച്ഛൻ ഷെയർ ചെയ്തോളും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊക്കെ കാണും. സംശയങ്ങൾ ഇപ്പോൾ ചോദിക്കാനുള്ള സമയം ഉണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആദ്യമേ എന്താണ് വർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വർത്തിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദൈവം എന്തായിരിക്കുന്നുവോ ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. അപ്പം ദൈവം ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ആ തലത്തിലേക്ക് നമ്മളോട് ഉയർന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. കുറച്ചും കൂടെ ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ the visible world come to have a communion with the invisible world. ഇപ്പൊ നമ്മൾ കുർബാനയെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ ഒരാളുടെ കുർബാനയുടെ മധ്യഭാഗത്ത് പറഞ്ഞു നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തലത്തിലേക്ക് നമ്മുടെ ഈ ഭൗമിക തലത്തിൽ നിന്ന് നമ്മൾ കുറെ കൂടെ ഉയർന്ന് ദൈവികമാകുന്ന തലത്തിലേക്ക് ഉയരുന്നു. നമ്മളിപ്പോ 2 ദിവസം കഴിയുമ്പോൾ പാതിനോമ്പിന്റെ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ അവിടെ സ്ലീബാഘോഷമുണ്ട്. എല്ലാ സ്ലീബാഘോഷങ്ങളിലും സംഭവിക്കേണ്ടത് സ്ലീബാഘോഷ സമയത്ത് നാം ഈ ഭൂമിയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും പിതാവാം ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും ഓരോ വൃന്ദം മാലാഖമാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മുന്നമേ ഒന്ന് വിചാരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ക്രിസ്ത്യൻ വർഷിപ്പ് എന്നുള്ളതാണ്. ഈ ക്രിസ്ത്യൻ വർഷിപ്പിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തോട് നമുക്കുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുവാനും അതോടൊപ്പം ദൈവം നമ്മുടെ മാനവരാശിക്ക് ക്രിസ്തുവിലൂടെ ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ച് നാം ദൈവത്തിരുമുമ്പാകെ നന്ദിയോടെ ആയിരിക്കുന്ന അനുഭവം. അതായത് 2000 കൊല്ലം മുമ്പ്
യേശുക്രിസ്തുവിലൂടെ അന്ന് അനുഭവിച്ചതിനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവഭേദ്യമാക്കി തീരുക എന്നുള്ളതാണ് ക്രിസ്തീയ ആരാധനയുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിശുദ്ധ കുർബാനയിലൂടെ പോകുമ്പോൾ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സമയം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെ, ഞാനത് 2ാം ഘട്ടത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലൂടെയും കടന്നു പോകുമ്പോൾ അന്നുണ്ടായിരുന്നതിനെ ഇന്നൊന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്ത്യൻ വർഷിപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ അവിടെ ഏറ്റവും താഴെ പറയുന്നുണ്ട്. ദൈവം എന്തായിരിക്കുന്നു അതിനെയും അവൻ നമുക്ക് എന്ത് ചെയ്തു തരുന്നുവോ, അവൻ ക്രിസ്തുവിലൂടെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകളെയും ആ ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാക്കി തീർക്കുന്നതിനെയാണ് ഈ വർഷിപ്പ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ വർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ്. അപ്പോൾ ഈ വർഷിപ്പിലൂടെ നമ്മളിപ്പം സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഉപനയനം ചെയ്യുക. ആ ഉപനയനം എന്നുള്ള വാക്കാണ് എപ്പോഴും ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഗുരുമുഖത്തു നിന്നും എന്നുള്ള ഒരു പുസ്തകം, 2 പുസ്തകമുണ്ട് ഗബ്രിയേൽ തിരുമേനിയുടേത്. അത് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ആരാധനയിലൂടെ നമ്മൾ ദൈവിക തലത്തിലേക്ക് പതുക്കെ പടി കയറാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ തൃത്വവുമായുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തോടും ദൈവത്തിന്റെ സാന്നിധ്യത്തോടും കൂടെ നമ്മൾ ചേരുക. ഡിവൈൻ പാർട്ടേക്കർ ഓഫ് ഡിവൈൻ നേച്ചർ, ബീങ് പാർട്ടേക്കർ ഓഫ് ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. അതാണ് 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഓരോ ആരാധനയിലൂടെയും ദൈവത്തെ ആരാധിക്കുന്നത് വഴി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം എന്തായിരിക്കുന്നുവോ അവനെ സ്തുതിച്ചുകൊണ്ടും അവൻ നമുക്ക് യേശുക്രിസ്തുവിലൂടെ ചൊരിഞ്ഞു തന്ന കാര്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക. ഇത് വളരെ ഗഹനമായ ഒരു വാക്കാണ് ബീങ് പാർട്ടേക്കർ ഓഫ് ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് അധികം വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ നമ്മളിങ്ങനെ ആരാധനയിലൂടെ അവനോടൊപ്പമായിരിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമ്മളിലേക്ക് ആയിത്തീരുന്ന അനുഭവം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്നൊക്കെ നമ്മൾ പറയും. 2 വ്യക്തികള് ഒരുമിച്ച് ചേർന്ന് നമ്മൾ കുറെ നടക്കുകയും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരും. ഒരുവനിലെ സ്വഭാവം മറ്റൊരുവനിലേക്ക് പകരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ അനുഭവമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുമ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന്, കാരണം ദൈവത്തിന് മാറ്റം വരാനൊക്കെയില്ല, ഇപ്പൊ മാറ്റം വരുന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്, അവന്റെ ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ഓരോ കുർബാനയിലും ഞാനും നിങ്ങളും ഒക്കെ സംബന്ധിക്കുമ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ, അവന്റെ സ്വഭാവത്തോട് ചേരുവാനുള്ള ഒരു പ്രക്രിയയിലാണ് ആയിരിക്കുന്നത് എന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അടുത്ത്, അപ്പോൾ ഇങ്ങനെ ഈ ആരാധിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിന്നിട്ട് ചുമ്മാതെ അങ്ങ് കുറെ സ്തുതികളും ഹാലേലിയകളും പറയുകയല്ല, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. എന്നെങ്കിലേ ആ ഡിവൈൻ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഭൗമ തലത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നമുക്കൊന്ന് മാറ്റപ്പെടുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം എന്ന് നാം പറയുമ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ഇവിടെ നിൽക്കുകയും മനസ്സുകൊണ്ട് ദൈവസന്നിധിയിലാകുകയും ഒക്കെ ചെയ്യുന്നത് ശരിയാവുകയില്ല. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി അതിന്റെ പ്രക്രിയയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓരോ ആരാധനയിലും ഓരോ വിശുദ്ധ കൂദാശയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തയും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിന്റെ പൂർണ്ണമായ ഒരു സമർപ്പണം ഉണ്ടാകണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുമ്പോൾ അവിടെ കറയോ ചുളിവോ അല്ലെങ്കിൽ മറ്റ് വൈഷമ്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു പരിപൂർണ സമർപ്പണം ഓരോ ആരാധനയിലും ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ സ്വർഗീയ ആരാധനയിലേക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്തത് ഹോളി കുർബാനയിലേക്ക് നമ്മൾ വരിക. നമുക്കറിയാം വിശുദ്ധ കുർബാന എന്താണെന്നുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കാരണം എല്ലാ കൂദാശകളുടെയും സമാപനങ്ങൾ വിശുദ്ധ കുർബാനയോട് കൂടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഗതി. എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്നതും കുർബാനയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ 2 കൂദാശകൾ മാത്രമേ ഉള്ളെന്നോ അല്ലെങ്കിൽ കത്തോലിക്കരെ പോലെ 7 കൂദാശകൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൂദാശകളിലേക്കും ഏറ്റവും പരമപ്രധാനമായത് വിശുദ്ധ കുർബാനയാണ്, ഹോളി കുർബാനയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കണം. ഈ കുർബാനയ്ക്ക് കുറേയേറെ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പദങ്ങളെ കുറിച്ച് ഒരല്പം ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. നമ്മൾ കുർബാന എന്നുള്ള ഒരു പദമാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കുർബാന എന്ന് പറയുന്ന പദം ഖാറേബ് എന്ന് പറയുന്ന സുറിയാനി മൂല പദത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം ഓഫറിങ് അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ കാഴ്ചയർപ്പണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കുർബാന എന്ന് പറയുന്നത് ഒരു കാഴ്ചയർപ്പണമാണ് എന്നുള്ള ഒരു പ്രാഥമികമായ അറിവ് നമുക്ക് വന്നു. എനിക്ക് ഈ വാക്കിനെക്കാട്ടിലൊക്കെ കുറെ കൂടെ ഒരു സുറിയാനി വാക്കിനോടാണ് താല്പര്യം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിന് പുറകാലെ വരുന്നുണ്ട്. എന്നാൽ ഈ സുറിയാനി വാക്കിന് തത്തുല്യമായ ഒരു ഹീബ്രു, അതിനോട് ചേർന്ന് വരുന്ന ഒരു ഹീബ്രു വാക്കാണ് ഖുർബാൻ. അത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഖുർബാൻ എന്നുള്ള ഹീബ്രു വാക്ക് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ആ ഖുർബാൻ എന്ന വാക്കിനെ അങ്ങോട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദ ആരാധനയിൽ അല്ലെങ്കിൽ യഹൂദ മനുഷ്യർ ആരാധനയിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചകൾക്കും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഖുർബാൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഈ കുർബാനയ്ക്ക് യൂക്രിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് യൂക്കറിസ്റ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്. അതിന് താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ സ്തോത്ര ബലി എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളാണല്ലോ റോമൻ കത്തോലിക്ക സഭ. അവര് അതിനെ മാസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മാസ് എന്ന് പറയുന്നത് മിസിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വരുന്ന ഒരു പദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിസ്മിസ് പിരിച്ചുവിടുക എന്നുള്ളതേ ഉള്ളൂ. അവരാദ്യമേ വിശ്വാസം പഠിപ്പിച്ചിട്ട് ആളുകളെ വിടുന്നതിനെ ആദ്യം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് കുർബാന കഴിഞ്ഞ് ആളുകളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നതിന് ഉപയോഗിക്കാനും പറഞ്ഞയക്കുന്നതിനെ സൂചിപ്പിക്കാനുമായിട്ട് ആ വാക്ക് ഉപയോഗിക്കും. അപ്പൊ ആ മാസ് എന്ന് പറയുന്ന വാക്കിന് സത്യത്തിൽ വലിയ അർത്ഥവ്യാപ്തികൾ ഒന്നുമില്ല. അതേസമയം നമ്മുടെ കുർബാന എന്നുള്ള ഒരു പദത്തിന് കാഴ്ചയർപ്പണം അല്ലെങ്കിൽ സ്തോത്രബലി അല്ലെങ്കിൽ വഴിപാട് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ പരന്ന ഒരു വാക്കാണ് മാസ് എന്നുള്ളത്. അതുകൊണ്ട് ഏറെ ആഴത്തിലുള്ള അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന കുർബാന എന്നുള്ള പദത്തിന് ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. എന്നാൽ സുറിയാനി നമ്മൾ പരിശോധിക്കുമ്പോൾ അടുത്ത് ഗ്രീക്കില് നമ്മൾ മറ്റൊരു വാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട്, അനാഫോറ എന്നുള്ളത്. അനാഫോറ എന്ന് പറയുന്നത് ലിഫ്റ്റ് അപ്പ്, ഉയർത്തുക എന്നുള്ളതാണ്. അതിന് കുറച്ചും കൂടെ അർത്ഥമുണ്ട്. നമ്മളെ തന്നെ ഉയർത്തുന്നതിനെയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയർത്തുക എന്നുള്ള അവിടെ തൊട്ടാണല്ലോ അനോഫോറ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ആ അനോഫോറ
എന്നുള്ള ഗ്രീക്ക് പദവും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സുറിയാനി പുസ്തകത്തിൽ നമ്മുടെ ഈ കുർബാനയ്ക്ക് 2-3 പദങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ദിവ്യ രഹസ്യങ്ങൾ എന്നുള്ള ഒരു വലിയ പദമുണ്ട്. രഹസ്യം എന്നുള്ള പദത്തെ തന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ കുറേയേറെ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ദിവ്യ രഹസ്യങ്ങൾ, റോസെ ആലോഹായ് എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 2, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുർബോനോ, യാഗം അല്ലെങ്കിൽ കാഴ്ച എന്നുള്ളത് പറയുന്നുണ്ട്. 3-മത്തേത് സ്തോത്രബലി, യൂക്രിസ്റ്റിയ അല്ലെങ്കിൽ തൗദീസോ ദേഹപ്സോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 4-മത്തെ പദം, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട പദമാണ്, സംബന്ധം അല്ലെങ്കിൽ ഷൗത്തോഫൂത്തോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് പറയാവുന്ന ഒരു വാക്കാണ് കൊയിനോനിയ എന്നുള്ളത്. സത്യത്തിൽ കുർബാന നമ്മൾ ഈ പഴയ കാലം ഒന്ന് ചിന്തിക്കാമെങ്കിൽ, ഞായറാഴ്ച പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്തോ, ഞായറാഴ്ച പള്ളിയിലെ കുർബാനയിൽ സംബന്ധിച്ചോ, നമ്മൾ അർത്ഥവ്യത്യാസം അറിയാൻ വയ്യാതെ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ് പങ്കെടുത്തു, സംബന്ധിച്ചു. പക്ഷെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ന് കുർബാനയിൽ സംബന്ധിച്ചോ, കഴിഞ്ഞ കുർബാനയിൽ സംബന്ധിച്ചോ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അവർ പങ്കെടുത്തു എന്നുള്ളതല്ല. പങ്കെടുക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുക, അതിന് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അധികം ഉണ്ടാകണമെന്നില്ല. ലൈവായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, കേൾക്കുന്നു, അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. എന്നാൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ സംബന്ധം, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് സംബന്ധം. അവൻ അവിടെ പോയി സംബന്ധം കൂടി. 2 പേർ ഒരുമിച്ച് ഒന്നായി തീരുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് സംബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പൗലോസ്ലീഹ ഈ 1 കൊരിന്ത്യർ 10-16 നിങ്ങൾ ഒരു കൂട്ടാളികളല്ലയോ എന്നൊക്കെ ഉള്ള ഒരു പദത്തിലാണ് അവിടെ അങ്ങനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ മലയാള വിവർത്തനത്തിനേക്കാൾ സംബന്ധം കുറെ കൂടെ ആഴത്തിലുള്ള ഒരു പദമാണ്. ഇത് നമ്മൾ കുർബാനയെ കുറിച്ച് പഠിക്കുമ്പം നമ്മൾ ഈ പദം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ, കുറച്ചും കൂടെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ പഴയകാലത്ത് റസ്ക് കഴിക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുക. ഈ ബിസ്ക്കറ്റ് നോമ്പ് സമയമാകുന്ന കാപ്പിയിൽ മുക്കി കഴിക്കും. ഒരു ബിസ്ക്കറ്റ് കാപ്പിയിൽ മുക്കുമ്പോൾ ബിസ്ക്കറ്റും കാപ്പിയും ഒരുപോലെ ഒന്നായിത്തീരുന്ന ഒരു അനുഭവമുണ്ട്. അതിനെയാണ് സംബന്ധം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിലും ഇത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ ഒന്നായിത്തീരലിന്റെ അനുഭവം ആണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത്. സ്വർഗീയ മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിൽ ഒന്നായിത്തീരുന്ന ഒരു ബന്ധത്തിലേക്ക്, ആ ആഴമുള്ള ബന്ധത്തിലേക്കാണ് നാം വിശുദ്ധ കുർബാനയിലൂടെ വളരുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകും. അടുത്തു 1 കൊരിന്ത്യർ 10-16 ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഈ കൊയിനോണിയ എന്ന് പറയുന്നതിന് കമ്മ്യൂണിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ലേഷനിൽ ഷെയറിങ് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേത് ഗ്രീക്കാണ്, അത് വേറെ രീതിയിൽ വന്നു പോയതാണ്. അവിടെ കൊയിനോണിയ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം മലയാളത്തിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ 3-4 പേര് കൂടുന്നു, അല്ലെ ഒരു കൂട്ടം ആളുകൾക്ക് കൂട്ടായ്മ എന്നൊക്കെ പറയാം. അതിന് ഈ ആഴത്തിലുള്ള കമ്മ്യൂണിയൻ എന്നുള്ള ഒരു അർത്ഥം ഇല്ല. കം പ്ലസ് യൂണിയൻ, ആ ആഴത്തിൽ ഒന്നായിത്തീരുന്ന ഈ അനുഭവം ആണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ നേടിയെടുക്കുന്നു എന്നുള്ളൊരു ചെറിയ അവബോധം നമുക്ക് ഉണ്ടാകാം. അടുത്ത് അപ്പം കുർബാനയെ കുറിച്ച് നമ്മൾ ഇനിയും വളരെ പെട്ടെന്ന് നോക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കാറേബ് മറന്നു പോകരുത്. ഞാൻ മുമ്പേ പറഞ്ഞ ഷൗത്തോഫൂസോ എന്നുള്ള ഒരു വാക്ക് മറന്നു പോകരുത്. ആഴത്തിലുള്ള സംബന്ധം, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതും കൂടെ പറയാം. ഇതൊന്ന് കഴിയുമ്പോഴേക്കും പറയാമെന്ന് ശ്രമിക്കാം. അപ്പൊ കാറേബ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണല്ലോ ഈ കുർബാന എന്നുള്ളൊരു വാക്ക് വരുന്നത്. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മശ. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-29 യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട. അപ്പം അവന്റെ ജീവബലിയോട് നമ്മെ തന്നെ സമന്വയിപ്പിച്ച്
അർപ്പിക്കുന്ന സ്തോത്ര ബലിയാണ് വിശുദ്ധ കുർബാന. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ആരാധന എന്ന് പറയുന്നത് എക്സ്പീരിയൻസിങ് ജീസസ് ലൈഫ് ഇൻ അവർ ലൈഫ് ഇൻ ദ പ്രസന്റ് ടൈം. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവഭേദ്യമാക്കുന്നതാണ്. അതിനെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കാലത്തിന്റെ പൂർണ്ണതയിൽ ഒരിക്കലായി നടന്ന ആ മരണത്തെ, ക്രൂശിലെ യാഗത്തെ നമ്മൾ ഇന്നും വർത്തമാന കാലത്തിലുള്ള തുടർച്ചയായി അനുഭവിക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമുക്ക് മറന്നു. ഓരോ വിശുദ്ധ കുർബാനയിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ഒരു താതാത്മ്യപ്പെടൽ ഉണ്ട്, ഒരു സമന്വയം അവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇനിയും ഓരോ കുർബാനയിലൂടെയും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തക്കവണ്ണം വാക്യങ്ങളും അതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, എന്റെ രക്തം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിന്റെ രക്തം പാപമോചനത്തിനായിട്ടുള്ളതാണ്. അപ്പം ഒരു വിശുദ്ധ കുർബാനയിലൂടെ ഒരു വിശ്വാസിക്ക് ഒന്നാമത് ലഭിക്കുന്നത് പാപമോചനമാണ്, റെമിഷൻ ഓഫ് സിൻസ് ആണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ഒക്കെയാണല്ലോ പാപം എന്ന് പറയുന്നത്. അതിനൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ വേറെ ഉണ്ട്. അപ്പം ആ പാപത്തിൽ നിന്നുള്ള ഒരു മോചനം ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് സംഭവിക്കുന്നുണ്ട്. രണ്ടാമത് 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവന്റെ അടിപ്പിണരുകൾ കൊണ്ട് നമുക്ക് നീതീകരണം ലഭിച്ചു എന്നുള്ളത്. അപ്പൊ കർത്താവിലുള്ള നീതീകരണം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. നീതീകരണം എന്ന് പറയുന്നത് തന്നെ ഏറെ ആഴമുള്ള ഒരു വാക്കാണ്. ഞാൻ അതാ പറയുന്നത്, ഈ കുർബാനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സമയം കൊണ്ട് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ ഒക്കുന്നതല്ല. അപ്പൊ ഈ കുർബാനയിലൂടെ ക്രിസ്തുവിന്റെ മുറിവുകളിലൂടെ നമുക്ക് നീതീകരണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. 3, ക്രിസ്തു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം, എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ഇതാണ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മയുടെ അനുഭവം. അപ്പം ഈ സംബന്ധത്തിന്റെ അനുഭവത്തില ക്രിസ്തു, നാം വിശുദ്ധ കുർബാനയെ അനുഭവിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ ആയിത്തീരുന്ന ഒരനുഭവത്തിലേക്ക് നാം വളരുന്നു എന്നുള്ളത് ഓർക്കുക. 4-മത് നമുക്ക് ലഭിക്കുന്നത്, ഇങ്ങനെ ക്രിസ്തു നമ്മിലായി തീരുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ നമുക്കും ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനാകുമ്പോൾ നാം അവനിൽ ആയിത്തീരുമ്പോൾ, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കുകാരായി തീരുമ്പോൾ, അവൻ ഉയർത്തെഴുന്നേറ്റത് മൂലം നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 5-മത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിത്യജീവൻ. അത് എല്ലാ വാക്യങ്ങളും ഞാൻ കൊടുത്തിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51, 54, 58 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാവും. അപ്പം ശരീരം ഭക്ഷിക്കാത്തവന് ജീവൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകുന്നത് ജീവൻ നിലനിർത്താനാണ്. ജീവൻ നിലനിർത്താനാണ് നാം പള്ളിയിൽ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഹോളി കുർബാന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവനും ഇല്ല. നമുക്ക് നിത്യജീവൻ കൊണ്ട് നിറയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്നുള്ളത് നമുക്കൊരു ചിന്ത കൊണ്ടാണ്. അപ്പം ഈ 5 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 1, പാപത്തിൽ നിന്നുള്ള മോചനം, മരണകരമായ പാപത്തിൽ നിന്നുള്ള ഒരു മോചനം. 2, കർത്താവിൽ നീതീകരണം ലഭിക്കുന്നു. 3, ഒരു സംബന്ധം, അവനോട് ചേർന്നുള്ള ഒരു കമ്മ്യൂണിയൻ നമുക്ക് ലഭിക്കുന്നു. നമുക്കൊരു പുനരുത്ഥാനം തൽഫലമായി ലഭിക്കുന്നു. ആ പുനരുത്ഥാനം വഴിയായി നമുക്കൊരു നിത്യജീവൻ ഉണ്ട്. അവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, കുർബാന ഇല്ലെങ്കിൽ ജീവനും ഇല്ല എന്നുള്ളതാണ്.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ ആരാധന വഴിയായി നാം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കുകാരാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ അതിന്റെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതൊരു പാസ് ഓവർ മീലാണ്. കാരണം കുർബാന സ്ഥാപിക്കപ്പെട്ടത് പെസഹ പെരുന്നാളിനോട് ചേർന്നാണ്. പാസ് ഓവർ മീലാണെന്നും അല്ലെന്നുമുള്ള പഠിപ്പിക്കലുകൾ ഉണ്ട്. കർത്താവ് കഴിച്ചത് പെസഹ ആണെന്നും അല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. സിനോപ്റ്റിക് ഗോസ്പൽ അനുസരിച്ച് ഒരു രീതിയും യോഹന്നാൻ ട്രഡീഷൻ അനുസരിച്ച് മറ്റൊരു രീതിയും ഉണ്ട്. അതൊന്നും ഞാൻ ഇവിടെ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നും ഇല്ല. എന്തായാലും നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ കുർബാന പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. പെസഹായുടെ പശ്ചാത്തലത്തിൽ, പെസഹ ആണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഈ കുർബാന സ്ഥാപിക്കപ്പെടുന്നത്. രണ്ടാമത്, ഈ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നുണ്ട്, അന്നത്തെ പെസഹായുടെ ആചരണം, പെസഹായെ കുറിച്ച് കൊമമറേറ്റ് ചെയ്യുവാൻ നിങ്ങൾ ഒരാഴ്ചക്കാലം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നീസാൻ മാസത്തിലെ 14-ാം തീയതി വേണം ആചരിക്കാൻ എന്നൊക്കെ പറയുന്നു. ഒരു ദൈവം കൽപ്പിച്ചാക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നതിനെ ഒരാഴ്ചക്കാലം ഓർക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രിസ്തുവും മാളിക മുറിയിൽ, യെരുസലേമിലെ വീടാണ്, അത് നേരത്തെ കണ്ടെത്തുന്നതാണ്, അത് വിരിച്ചൊരുക്കിയ മാളികയാണ്. ആ വിരിച്ചൊരുക്കിയ മാളികയ്ക്ക് പ്രതീകമായിട്ടാണ് നാം കുർബാനയിൽ ത്രോണോസില് ചിത്തോലയൊക്കെ വിരിക്കുകയും ചെയ്യുന്നത്. പോട്ടെ, അതിപ്പം പറയുന്നും ഇല്ല. അപ്പോൾ ഈ മാളിക മുറിയിൽ വെച്ച് ഈ പാസ് ഓവർ മീലിന്റെ പശ്ചാത്തലത്തിൽ ഈ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ആ സമയത്ത് പാസ് ഓവർ മീലിലും നമുക്കറിയാം, അപ്പം എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മുറിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ പെസഹായുടെ പശ്ചാത്തലത്തിൽ ക്രിസ്തു കഴിക്കുന്ന ഭക്ഷണത്തിലും അവൻ അപ്പം എടുക്കുന്നുണ്ട്, അത് വാഴ്ത്തുന്നുണ്ട്, മുറിക്കുന്നുണ്ട്, അവന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കുർബാന ഇത് ആദിമ പെസഹായുടെ ഒരു പൊരുളാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. ആദിമകാലത്തെ പെസഹായുടെ ഒരു പൊരുളായി നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. രണ്ടാമത്, ഈ കുർബാനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞു, പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് കർത്താവിന്റെ അന്ത്യ അത്താഴമാണ്. കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങൾക്ക് മുമ്പായി തന്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്നിരുന്ന് അവസാനത്തെ ആഹാരമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ കുർബാനയെ ലാസ്റ്റ് സപ്പർ എന്ന് പറയാറുണ്ട്. മൂന്നാമതായിട്ട്, ഈ കുർബാന എന്ന് പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയാണ്. എന്താണ് ഈ പുതിയ ഉടമ്പടി? മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദ കവനന്റ് വിച്ച് ഈസ് poured ഔട്ട് ഫോർ മീ. അനേകർക്ക് വേണ്ടി പുതിയ നിയമത്തിന്റെ ഉടമ്പടിയായി രക്തം ഒഴുക്കുകയാണ് ക്രിസ്തു. അതിന്റെ അതേ കാര്യങ്ങൾ, ആശയം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പൗലോസ്ലീഹ എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും അത് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഉടമ്പടിയാണ്. എന്ത് ഉടമ്പടി? ഈ ഉടമ്പടി ഒരു പഴയ ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ ജനമായി ഒരു ഉടമ്പടി ദൈവം ഏർപ്പെടുന്നുണ്ട്. ആ ഉടമ്പടിയെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കാര്യവും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിനാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിലും അതിന്റെ 34-ാം അധ്യായം 10-ാം വാക്യവും 27-ാം വാക്യത്തിലും എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം തന്റെ ജനവുമായി
ഉടമ്പടിയാക്കിയത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേ ആ ഒരു പ്രക്രിയ തന്നെയാണ് സകല മനുഷ്യരെയും തൻ്റെ ജനമാക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ഒഴുക്കി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഈ ഉടമ്പടിയിലൂടെയാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ജനമായി മാറുന്നത്. അതുപോലെ തന്നെയാണ് യെരമ്യ പ്രവാചകന്റെ പുസ്തകം 31 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അരുളപ്പാടിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് നടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഈ പുതിയ ഉടമ്പടി സ്ഥാപിതമാകുന്നത് അവന്റെ മരണത്തിൽ പുനരുത്ഥാനത്തിലൂടെയാണ് എന്നുള്ളത് ഓർക്കുക. ഈ പുതിയ ഉടമ്പടിയിലൂടെ പഴയ ഉടമ്പടിയിൽ ഇസ്രായേൽ മക്കളെ ദൈവവുമായി ബന്ധിപ്പിച്ച് ദൈവത്തിന്റെ ജനമായി നിർത്തിയതുപോലെ ഈ പുതിയ ഉടമ്പടിയിൽ പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സഭയെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്ന അനുഭവം, ബൈൻഡിങ് ടുഗദർ, അതാണ് ഷൗതോ ഫൂത്തോ അല്ലെങ്കിൽ സംബന്ധം, ബൈൻഡ്സ് ടുഗദർ. അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. This new covenant binds Jesus Christ with New Israel, the church. അതുകൊണ്ട് ഈ കുർബാന എന്ന് പറയുന്നത് അതൊരു പാസ് ഓവർ മീലാണ്, അത് ലാസ്റ്റ് സപ്പറാണ്, ന്യൂ കവനന്റ് ആണ്. ഇനിയും ഈ കുർബാന എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് അടുത്ത ദിസ് ഈസ് ആൻ എവർ റിപ്പീറ്റഡ് മെമ്മോറിയൽ മീൽ. കാരണം ക്രിസ്തു ഇത് വാഴ്ത്തി കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, 1 Corinthians chapter 11 verse 25, ഡു ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇവിടെ ഉപയോഗിക്കുന്ന റിമെമ്പറൻസ് എന്നുള്ളതിനുള്ള ഗ്രീക്ക് വാക്ക് അനംനീസിസ് എന്നുള്ളതാണ്. ഈ അനംനീസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫിലിരിക്കുന്നവരൊക്കെ നാട്ടിലുള്ള കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ലതെന്ന് പറയുമ്പോൾ ഓർമ്മയുടെ ബോധമണ്ഡലത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ കടന്നു പോകുമായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിനെയൊക്കെ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്ത് എടുക്കുമായിരിക്കും. ഈ രണ്ടർത്ഥവും അല്ല അതിനുള്ളത്, കുറെ കൂടെ ആഴത്തിലുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൂടെ, ആ സംഭവത്തിന്റെ അകത്തൂടെ നമ്മൾ നടന്നതും ചെയ്തതുമൊക്കെ നമ്മൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യുന്നില്ലേ? നമ്മള് ഒരു ഈവന്റ് നടന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ അതിൻ്റെ അകത്ത് ഫുൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്നത്, അതിനെയാണ് അനംനിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡു ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ഇത് അനുഷ്ഠിച്ചു കൊള്ളണം എന്ന് പറയുമ്പോൾ ഇത് വെറുതെ അനുഷ്ഠിക്കുകയല്ല, മറിച്ച് ഇപ്പം ഞാൻ ഇത് എങ്ങനെ ചെയ്തു, ഇതേ അനുഭവം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡു ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ഫോർ ആസ് ഓഫൺ ആസ് യു ഈറ്റ് ദിസ് ബ്രെഡ് ആൻഡ് ഡ്രിങ്ക് ദ കപ്പ് യു പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത് until he comes. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ പ്രഘോഷിക്കുകയാണ് നാം ഇതുവഴി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു ആരാധന അനുഭവത്തിൽ അല്ലെങ്കിൽ യാഗാത്മകമായ ഭക്ഷണത്തിലാണ് ഞാൻ നിങ്ങളെ സംബന്ധിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മൾ എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഈ കുർബാന നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്, അടുത്ത സ്ലൈഡ്, ഇതൊരു ഹെവൻലി ഫീസ്റ്റ് ആണ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും പാരബിൾ ഓഫ് ദ വെഡിങ് ഫീസ്റ്റ് നമുക്കറിയാവുന്നതാണ്. കല്യാണത്തിന് വിരുന്ന് വിളിക്കുന്നതിന്റെ ആ ഉപമ പറയുന്ന സംഭവമാണ് അത്. അവിടെ മാര്യേജിലേക്ക് തൻ്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കപ്പെടുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് കിങ്ഡം ഓഫ് ഗോഡിനെ ദൈവരാജ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഉപമയാണ്. ഇനി അതേ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്
റവലേഷൻ 19:9, വെളിപാട് പുസ്തകം 19 വാക്യത്തിൽ, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ ഇൻവൈറ്റഡ് ടു ദ മാരേജ് സപ്പർ ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ ഇത് കുഞ്ഞാടിന്റെ കല്യാണമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ മണവാട്ടിയായി ഞാൻ സംബന്ധിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ഇതിന് മറ്റൊരു തലവും കൂടെയുണ്ട്. ഇപ്പം മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ, ഭവനത്തിലേക്ക് വരുമ്പോൾ, അപ്പൻ അവനെ ഭവനത്തിലേക്ക് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവനൊരു വലിയ വിരുന്ന് ഒരുക്കി കൊടുക്കുകയാണ്. ഈ വിരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇത് കല്യാണ വിരുന്നാണ്, കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ വിരുന്നാണ്. നിത്യതയിൽ നടക്കുന്ന ആ സംഭവത്തിന്റെ ഒരു മുൻകുറിയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗീയമായ മണവറയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വർഗീയമായ വിരുന്നിന്റെ മുൻകുറിയാണ് ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നു, അടുത്ത സ്ലൈഡ്, ഇതുവരെ പറഞ്ഞു വന്നത് ഈ കുർബാന എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ജീവൻ നൽകുകയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് നാം അനുഭവിച്ചു കഴിയുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51 വാക്യത്തിൽ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവന്റെ ശരീരവും രക്തവും നാം ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ ജീവൻ നമ്മളിൽ ആയിത്തീരുകയാണ്. അതുകൊണ്ട് പിന്നെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് 57-ാമത്തെ വാക്യത്തിൽ, സോ ഹൂഎവർ ഈറ്റ്സ് മീ വിൽ ലീവ് ബിക്കോസ് ഓഫ് മീ. അവൻ മുഖാന്തരമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരു വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം ഒരു വിശുദ്ധ കുർബാനയെ അനുഭവിച്ചു കഴിയുമ്പോൾ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തെ നാം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ അവന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നിർബന്ധിതരാണ്. ആ സ്റ്റാറ്റസ് നമ്മൾ കീപ്പ് ചെയ്യണം. നമുക്കറിയാം, ഒരു കുടുംബത്തിൽപ്പെട്ടവർ 2 തരത്തിലായാൽ ആകെ പ്രശ്നമാണ്. നമ്മുടെ വലത്തെ കൈ ഇടത്തെ കൈ അമിതമായ വണ്ണമാകുകയോ അല്ലെങ്കിൽ രൂപവ്യത്യാസം വന്നാൽ ആകെ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ബിലീവർ, ഓരോ വിശ്വാസിയും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുകയും അവൻ ക്രിസ്തുവിന്റെ ശരീരത്തോട് ബന്ധിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തോടുകൂടെ ബന്ധിക്കപ്പെടുന്ന അനുഭവത്തിലും ഓരോ വിശ്വാസികൾ തമ്മിലും ബന്ധിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. കാരണം ഇത് ക്രിസ്തുവിന്റെ ജീവനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ജീവൻ നിലനിൽക്കുന്ന തരത്തിൽ പരസ്പരമുള്ള ബന്ധത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വിശുദ്ധ കുർബാന എന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ്. പെസഹയുടെ പശ്ചാത്തലത്തിൽ സ്ഥാപിച്ചതാണ്. ഇതൊരു പുതിയ ഉടമ്പടിയാണ്. ഇത് കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഇത് ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ തക്കവണ്ണം അവന്റെ 2ാമത്തെ വരവ് വരെ ആവർത്തിക്കപ്പെടുന്നതാണ്. ഇതൊരു സ്വർഗീയ വിരുന്നാണ്. ഇത് നിത്യതയിലുള്ള വിവാഹ വിരുന്നിന്റെ ഒരു മുൻകുറിയാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ടതാണ്, ക്രിസ്തുവിന്റെ ശരീര രക്തവുമായി നാം അപ്പവും വീഞ്ഞും നാം ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി കാണുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇനിയും ഇത് ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ സമയം തീരാറാകുന്നു. 15 മിനിറ്റ് കൂടെ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം മറ മാറ്റുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. 4 പ്രാവശ്യമാണ് മറ മാറ്റുന്നത്. അതിൽ കൂടുതലുമില്ല, കുറവുമില്ല. ഒന്നാമത്തെ മറ മാറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അടുത്ത സ്ലൈഡ്,
ഒന്നാമത്തെ മറ മാറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഭാത നമസ്കാരത്തിനാണ് ഒന്നാമത്തെ മറ മാറ്റുന്നത് എന്നുള്ളത്. ഇനി വളരെ വേഗം ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികൾ വളരെ വേഗം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പൊ സ്വർഗം തുറന്ന് ഏദൻ തോട്ടത്തിൽ ഇറങ്ങുന്ന ഒരു ദൈവത്തെ കാട്ടിത്തരുന്നതാണ് അത്. എന്നാൽ ആദ്യ മനുഷ്യൻ അവന്റെ സ്വന്തം ഇച്ഛയിൽ അവൻ ആ പാപം ചെയ്ത് അവൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ പർദീസായിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ പർദീസയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കർത്താവ്, യഹോവയായ ദൈവം പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളത്. ഈ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്ന ജനമാണ് പ്രഭാത നമസ്കാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതേ സമയത്ത് പ്രവാചകന്മാരിലൂടെ, ആദാം മുതൽ പ്രവാചകന്മാരിലൂടെ, നിബിയന്മാരിലൂടെ, സ്ലീഹന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ഈ പ്രവചന പൂർത്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പുരോഹിതന് നിൽക്കുക. രണ്ടു കൂട്ടരും ഒരേ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് പ്രഭാത നമസ്കാരത്തിലെ തുയോബോ ശുശ്രൂഷയിൽ കാണും. പിന്നെ നമ്മൾ തക്സ പരിശോധിക്കുകയാണെങ്കിൽ തുയോബോ ശുശ്രൂഷ അങ്ങനെ പ്രഭാത നമസ്കാരം നടത്തുന്ന സമയത്ത് തന്നെ നടത്തേണ്ടതാണോ എന്നുള്ളത് തക്സായിക്കകത്തൊന്നും അത്ര ക്ലിയർ ഒന്നുമല്ല. അവിടെ വെളിവ് നിറഞ്ഞ ഈശോ ചൊല്ലുമ്പോഴാണ് തുയോബോ ശുശ്രൂഷയൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് പോകട്ടെ. അപ്പം ജനം വാഗ്ദത്തിന്റെ രക്ഷാകര അവതാരത്തിന് വേണ്ടി, ആ വാഗ്ദത്ത പൂർത്തീകരണത്തിന് വേണ്ടി ജനം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഹിതൻ അവിടെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത് ഈ മറ തുറക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് മറിയം ദീലേത്തോക്ക് പറയുമ്പോഴാണ് മറ തുറക്കുന്നത് എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ദൈവം മനുഷ്യാവതാരം എടുത്ത ശിശുവായി ബേത്ലഹേമിൽ കാണുന്ന ശിശുവിനെ കാണുവാൻ തക്കവണ്ണം നമുക്കവിടെ സാധ്യമാകണം. അതുകൊണ്ട് ബേത്ലഹേമിലെ ശിശുവിനെ ദർശിച്ച് അവനെ വണങ്ങുന്നതിന് തുല്യമായി വേണം നമ്മൾ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ മറ മാറ്റുമ്പോൾ നമുക്ക് കാണാൻ. അതുകൊണ്ട് അവിടെ നമുക്കറിയാം, ശുശ്രൂഷക്കാരൻ തിരിപിടിച്ചുകൊണ്ട് നടക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ മുൻകുറിയാണ് എന്നുള്ളതും പ്രകാശത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ധൂപം അർപ്പിക്കുന്നു. ആ ധൂപത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പശ്ചാത്തലം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധൂപം നമ്മുടെ ശരീര മനസ്സുകളുടെ സമർപ്പണത്തെ കുറിച്ചാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പരിശുദ്ധനാണ്, മഹത്വവാനാണെന്ന് മാലാഖമാർ ആർത്തു പറയുന്നുണ്ട്. അതാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ ആ മറ മാറ്റുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ ഉണ്ടാകേണ്ടുന്ന ബോധം. രണ്ടാമത്, ഈ യേശു ക്രിസ്തു ജനിച്ചു കഴിയുമ്പോൾ അവിടെ മാലാഖമാര് സ്തുതിഗീതം പാടുന്നു. അതിനെ റിസംബിൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. കാരണം അത് മാലാഖമാരുടെ പാട്ടാണെന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിന്റെ ശരീരം നിക്കോദിമോസും യൗസേപ്പും കൂടെ അടക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മാലാഖമാർ ചുറ്റും നിന്നുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തത് നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിക്കോദിമോസും യൗസേപ്പും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയുന്നതാണ് ആ ഭാഗം. അപ്പം അത് ആ മാലാഖമാരുടെ സ്തുതിപ്പ് കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ നമ്മളോട് സംസാരിക്കാനുള്ളത് കേൾക്കാനുള്ള സമയമാണ്. അതാണ് ലേഖനങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവദൂതന്മാർ ജനത്തോട് ദൂത് അറിയിക്കുന്നത് പോലെ മദ്ബഹായുടെ 2 വശത്ത് നിന്ന് നമ്മുടെ മദ്ബഹായിൽ കയറുന്ന കുഞ്ഞുങ്ങൾ, മദ്ബഹായിലെ ശുശ്രൂഷകർ ലേഖനങ്ങൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏവങ്കേലിയൻ വായനയിലൂടെ നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അടുത്തത് പൗലോസ്ലീഹയുടെ ലേഖനത്തിന്റെ വേദഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഭൂവിലാശേഷം എന്നുള്ള പാട്ടില് അപ്പോസ്തലന്മാരോട് ക്രിസ്തു പറയുന്ന ഭൂമിയുടെ അറ്റത്തോളം പോയി എനിക്ക് വേണ്ടി സുവിശേഷം ഘോഷിപ്പീൻ എന്ന് പറയുന്ന വേദഭാഗത്തിന്റെ ആശയമാണ് ആ പാട്ടിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഏവങ്കേലിയൻ വായിക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത സ്ലൈഡ് പ്രൊമ്യൂൻ സദറാകളുടെ ആണ്. പ്രൊമ്യൂൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ഒരു മുഖവരയാണ്. അത് കഴിഞ്ഞ് പാപമോചന പ്രാർത്ഥനയാണ്. മോശയും ശലോമോനും ഒക്കെ ജനത്തെ
പാപപരിഹാരത്തിന് വേണ്ടി നയിച്ചതുപോലെ ഒരു ഹൂസോയ പ്രാർത്ഥനയോടെ നടത്തുന്നു. അത് കഴിഞ്ഞ് സെതറ, നിര എന്നാണ് അതിന്റെ മലയാളാർത്ഥം, അല്ലെങ്കിൽ ഓർഡർ, തിയോളജിക്കൽ ആൻഡ് സ്ക്രിപ്ചറൽ ഡിസ്കോഴ്സസ് അവിടെയുണ്ട്. അത് കഴിയുമ്പോൾ തൃത്വത്തിന്റെ വെളിപാടാണ് ധൂപക്കുറ്റി വാഴ്വിലൂടെ നടക്കുന്നത്. അതിന്റെയും വേദഭാഗ പശ്ചാത്തലങ്ങൾ ഉണ്ട്. അവിടെ ഹോൾ കോൺഗ്രിഗേഷനെയും അവിടെ ശുദ്ധീകരിക്കുകയാണ്. അതിന്റെ വേദപുസ്തക അടിസ്ഥാനം വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലും അവിടെ ഓർമ്മിപ്പിച്ചിട്ട് ഉണ്ട്. അടുത്തത് അത് കഴിയുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കയ്യസൂരി കിസ് ഓഫ് പീസ് ആണ്. കാരണം ബലി അർപ്പിക്കുമ്പോൾ ആരും തമ്മിൽ ഒരു വഴക്കുണ്ടാകാതെ, ഈർഷ്യകൾ ഉണ്ടാകാതെ എല്ലാവരും പരസ്പര ബന്ധത്തിലായിരിക്കുന്നതിനാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ശോശപ്പ ഉയർത്തുമ്പോൾ കർത്താവിന്റെ മഹത്വത്തെ, തേജസ്കരണത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ അനുസ്മരിക്കുന്നത്. ആ വേദഭാഗവും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഈ ശോശപ്പ ഉയർത്തി കഴിയുമ്പോൾ നമ്മൾ തേജസ്കരണത്തെ കുറിച്ച് നമ്മൾ അനുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബെനഡിക്ഷൻ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ വേദഭാഗം 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാം വാക്യമാണ്. ഞാൻ പിന്നീട് അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നോളാം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ. അത് കഴിഞ്ഞിട്ട് സ്ഥാപന വചനം, അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്നതാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഇൻവൊക്കേഷനാണ്, എപ്പിക്ലീസിസ് എന്നൊക്കെ പറയും. ഏലിയാവ് കർമ്മേൽ മലയിൽ ഇരുന്നു കൊണ്ട് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് തുബ്ദനാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ആളുകൾക്കും, രാജാക്കന്മാർക്ക് വേണ്ടി, കർത്താക്കന്മാർക്ക് വേണ്ടി, വാങ്ങിപ്പോയവർക്ക് വേണ്ടി, ആദ്യത്തെ 3 ജീവനോടിരിക്കുന്നതും അവസാനത്തെ 3 വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് അറിയാം. ഈ തുബ്ദേന്റെ ഒക്കെ ഓരോ തുബ്ദേനും വേദപുസ്തക അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് ഈ തുബ്ദേനിന്റെ വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അവിടെയും പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും കർത്താക്കന്മാർക്കും വേണ്ടി നിങ്ങൾ മധ്യസ്ഥത അണയ്ക്ക് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഓർമ്മിക്കുക. അത് കഴിയുമ്പോൾ 2-ാമത്തെ റൂഷ്മ, പുത്രൻ തമ്പുരാന്റെ നാമത്തിലുള്ള 2-ാമത്തെ റൂഷ്മ നടത്തി നമ്മൾ മറ ഇടുകയാണ്. ആ മറ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷയാണ്, ഫ്രാക്ഷൻ ഓഫ് ദി ഹോളി യൂക്കറിസ്റ്റിക് ആണ് നടക്കുന്നത്. അവിടെ മറയിടുന്നതിന് പിതാക്കന്മാര് പറയുന്നത് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് വെളിച്ചം മങ്ങി സൂര്യൻ ഇരുണ്ടുപോയി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിനാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലുണ്ട്. ഈ സമയത്ത് നമ്മൾ അലക്ഷ്യമായി നിൽക്കാനുള്ളതല്ല. ഈ സമയത്ത് കർത്താവിന്റെ ക്രൂശാരോഹണവും അവന്റെ മരണവും കബറടക്കവും പാതാളത്തിലേക്കുള്ള ഇറക്കവും പുനരുത്ഥാനവും നമ്മൾ അനുസ്മരിക്കുന്നതാണ്. പാതാളത്തിലേക്കുള്ള ഇറക്കം സൂചിപ്പിക്കുന്നതാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സസ് 19. അതുകൊണ്ട് ഈ വലിയ ആഴത്തിലുള്ള ഒരു വലിയ സംഭവം, ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രം സത്യത്തിൽ മുഴുവനായി ഓർക്കുന്ന ഒരു സമയമാണ് ഖണ്ഡിപ്പിന്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ മറ മാറ്റുകയാണ്. കാരണം കർത്താവിനെ ക്രൂശിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളെ അബ്ബാ പിതാവെ വിളിക്കാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം, ദാസത്തിന്റെ ആത്മാവുള്ള നമ്മളെ സഹോദരങ്ങളായി, മക്കളായി ചേർത്ത് വിളിക്കണം. ആ ആത്മാവോടുകൂടി നമ്മളും പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ റൂഷ്മ കൊടുക്കുകയാണ്. ആ റൂഷ്മ എന്ന് പറയുന്നത് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതുപോലെ തുല്യമാണ് ആ 3-ാമത്തെ ബെനഡിക്ഷൻ എന്നുള്ളത് നമ്മൾ ഓർക്കുക. അവിടെ നമ്മളുടെ മനസ്സിൽ വരേണ്ട ചിന്ത, ഈ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ മാളിക മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. അതേപോലെ ഈ 3-ാമത്തെ റൂഷ്മ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിലേക്ക് നീങ്ങിയിട്ട് പരിശുദ്ധാത്മാവ് നിറവുള്ളവരായിട്ട് നമ്മൾ പറയുകയാണ്, ആമാൻ ആമേൻ. ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പിതാവ് നമ്മോടുകൂടെ, കഷ്ടാനുഭവത്താൽ ഈ ലോകത്തെ രക്ഷിച്ച പുത്രൻ നമ്മോടുകൂടെ, പരിശുദ്ധാത്മാവ് നിറവിൽ നമ്മൾ പറയുകയാണ്,
ഇത് സത്യമായും അവൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അതാണ് നമ്മൾ ആ ഭാഗത്ത് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത സ്ലൈഡ് നമ്മൾ കുക്കിലിയോനുകൾ ഒക്കെ ചൊല്ലുകയാണ്. അതിന്റെയൊക്കെ വേദപുസ്തക അടിസ്ഥാനമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വാങ്ങിപ്പോയവരുമായിട്ട് ചേർന്ന് വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോന്നിന്റെയും വേദഭാഗങ്ങൾ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്. ഇനി അടുത്തത്, അത് കഴിഞ്ഞ് ഈ വിശുദ്ധന്മാരോട് കൂടെ ചേർന്നിട്ട് നമ്മൾ മറയിട്ട് നമ്മൾ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഫോർത്ത് ഓപ്പണിംഗ് ആണ് ഇതും കൂടാണ് അവിടെ നടക്കുന്നത്. ഈ ഫോർത്ത് ഓപ്പണിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എടുത്തുകൊണ്ട് പുരോഹിതൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉയരുകയാണ്. എന്തിനാണ് അത് വരുന്നത്? ഇതിന് 2 തലമുണ്ട്. ഒന്ന്, അവന്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു. അത് നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് കുറെ കൂടെ ആഴത്തിലുള്ള ഒരു ചിന്ത എനിക്ക് തോന്നുന്നത്, നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു ഈ സമയത്താണ് കുർബാന കൊടുക്കുന്നത്. ഇപ്പം അതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്, വന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞങ്ങ് പോവുകയാണ് ഇപ്പം ചെയ്യുന്നത്. എന്നാൽ ഈ കുർബാന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഇത് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നാണ്. ഈ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന് നടക്കുന്നതാണ് ഈ പടിഞ്ഞാറോട്ടുള്ള വരവ്. എന്നിട്ട് ഈ മണവറയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന സകലരെയും കൂട്ടി അവൻ മണവറയിലേക്ക് പ്രവേശിക്കുന്നതാണ്. കിഴക്ക് നിന്ന് വന്ന് പടിഞ്ഞാറേക്ക് വന്ന് ഈ വിരുന്ന് കൊടുത്ത് സകലരെയും കൂട്ടി കിഴക്കോട്ട് ത്രോണോസിന്റെ അടുക്കലേക്ക് പോകുന്നു. എന്നിട്ട് ത്രോണോസിന്റെ അടുക്കലേക്ക് പോയിട്ട് എന്താണ്? പിന്നെ മുദ്രവെപ്പാണ്. ഹൂത്തോമോ, മുദ്രയിടുകയാണ്. 10 കന്യകമാരിൽ 5 പേര് അകത്തേക്ക് കയറി കതക് മുദ്ര വെച്ചു. പിന്നെ ബാക്കി ആർക്കും പ്രവേശനമില്ല. അങ്ങനെ മശിഹായെ കാത്തിരിക്കുന്ന സ്വർഗീയ മണവാളനോട് ചേർന്ന് പോകാൻ, അവനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന സകലരെയും കൂട്ടിക്കൊണ്ടു പോകുവാനാണ് അവൻ രണ്ടാമത് വരുന്നത്. അതിനാണ് കിഴക്ക് ഈ 4ാം പ്രാവശ്യം മറ തുറന്നു കഴിയുമ്പോൾ വൈദികൻ കാസാപിലാസായുമായി വരുന്നത് അനുസ്മരിക്കുന്നത്. ആ സ്വർഗീയ മണവറയിലേക്ക് ചേർത്ത് കൊണ്ടുപോയി മുദ്രയിട്ട് അവസാന ആശീർവാദം കൊടുത്ത് കുർബാന അവിടെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വിശുദ്ധ കുർബാന ശൗത്തോഫൂസോ, മണവാളനും ചേർന്ന് സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിച്ച് കുർബാന പൂർത്തീകരിക്കുകയാണ്. അവിടെയാണ് ശൗത്തോഫൂസോ എന്നുള്ള അർത്ഥം ഞാനും നിങ്ങളുമൊക്കെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സ്വർഗീയ വിരുന്നിലാണ് ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗീയ വിരുന്നാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം മണി അടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. അവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന്, പ്രഭാത നമസ്കാരം തുടങ്ങുന്നതിന് 1 അരമണിക്കൂർ മുമ്പ് അടിക്കും 1-ാം മണി. പ്രഭാത നമസ്കാരം തുടങ്ങുമ്പോൾ 1 അടിക്കും. പിന്നെ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പ് മണി അടിക്കും. എന്തിനാണ് ഈ മണി അടിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഈ പാരബിൾ ഓഫ് വെഡിങ്ങിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ കല്യാണത്തിന് ക്ഷണിച്ചു, വീണ്ടും വിളിക്കാൻ ആളയച്ചു, പിന്നെയും ദാസന്മാരെ അയച്ചു വിളിക്കുന്നു. ഇത് സ്വർഗീയ കുഞ്ഞാടിന്റെ കല്യാണത്തിനുള്ള ക്ഷണമായിട്ടാണ് 3 പ്രാവശ്യം ഈ മണി അടിച്ച് ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് വിളിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ ഈ കല്യാണ വിരുന്നിലേക്കാണ് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. സ്വർഗീയ മണവാളനുമായി ഒരു സംബന്ധം, ഒരു യൂണിയൻ, ഒരു കമ്മ്യൂണിയൻ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. ഇങ്ങനെ വളരെ ഓടിച്ച് മാത്രമാണ് ഈ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്നത്. കൃത്യം 10 മണിയായി. നിങ്ങളുടെ സമയം, വിലയേറിയ സമയം ഇതിനു വേണ്ടി എടുത്ത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എപ്പോൾ ചോദിച്ചാലും അതിന് എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്ഷണം തന്നതിന് അഭിവന്യ തിരുമേനിയോടും ഇതിന്റെ ചുമതല വഹിക്കുന്ന ജേക്കബ് അച്ഛനോടും വന്യനായ ഫിലിപ്പോസ് റമ്പാച്ചനോടും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഇതിന്റെ പഠിതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള
നന്ദിയും സ്നേഹവും അറിയിക്കുന്ന ശകലം ആഴത്തിൽ ഗഹനമായിട്ടുള്ളതാണ്. എങ്കിൽ പോലും ആ ശൗത്തോഫൂസോ എന്നുള്ള സംബന്ധം എന്നുള്ളൊരു വാക്കും ആ ചിന്തയും മനസ്സിൽ നിന്ന് പോകാതെ ഇരിക്കട്ടെ. വൈവാഹിക ബന്ധത്തിലെ അതേ ബന്ധം ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗീയ മണവറയിലേക്ക് ഓരോ കുഞ്ഞാടിന്റെ കല്യാണത്തിലും സംബന്ധിക്കുമ്പോൾ ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദനായ ലൈജു അച്ഛന്റെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. അച്ഛന് സംശയങ്ങളെ സംബന്ധിച്ച് ഓർപ്പിച്ചു. എങ്കിലും പരസ്യമായി കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 1-2 പേർക്ക് ഇപ്പോൾ ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാകും. കൂടാതെ ഇതിനോട് ചേർന്നുള്ളതായ ക്വിസുകൾ സാധാരണ തരാറുണ്ട്. എല്ലാവരും അതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ സംബന്ധിച്ചു. അത് തുടർന്ന് ഉണ്ടാകണമേ. അതുപോലെ അറ്റൻഡൻസിന്റെ ഗൂഗിൾ ഫോം ഉടനെ തന്നെ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സിൽ മുഴുവൻ അറ്റൻഡ് ചെയ്തവർ മാത്രമേ ദയവ് ചെയ്ത് അറ്റൻഡൻസ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവൂ എന്ന് ഓർപ്പിക്കുന്നു. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ പെൻസിൽ ടൂൾ കൊണ്ട് ഇതിൽ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ആർക്കെങ്കിലും കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാകും. ഇല്ല എങ്കിൽ അത് കഴിഞ്ഞ് വന്ദനായ റമ്പാച്ചൻ, ഫിലിപ്പോസ് റമ്പാച്ചന് ഒരു വാക്ക് നന്ദി രേഖപ്പെടുത്തി തിരുമേനിയുടെ ആശീർവാദത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് പൂർത്തീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിക്കാം. അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ആ ഈ കുർബാന നമ്മൾ എടുക്കുന്ന എല്ലാ സൺഡേയിലും എടുക്കാൻ പറ്റുമോ? അതോ 40 ദിവസം കുമ്പസാരിച്ചിട്ട് 40 ദിവസം കുമ്പസാരിച്ച് കുർബാന എടുത്തിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടേ വീണ്ടും കുർബാന എടുക്കാൻ പറ്റുകയുള്ളൂ? അതിന്റെ അങ്ങനെ ഒരു ദിവസത്തിന്റെ കാലയളവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തിരുവേനി ചിലപ്പോൾ അതിന് ഉത്തരം പറയും. പക്ഷെ എൻ്റെ ഒരു ചിന്ത, അയോഗ്യമായി ഇത് കഴിക്കരുതെന്ന് പൗലോസ്ലിഹ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം അയോഗ്യമായി ഇത് കഴിച്ചാൽ രോഗത്തിന് കാരണമാകും, ശാപത്തിന് കാരണമാകുമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് അയോഗ്യമായി കഴിക്കാനുള്ളതല്ല. അപ്പൊ നമ്മൾ എല്ലാ സൺഡേയിലും എടുക്കുവാണെങ്കിൽ അത്രമാത്രം ഒരുക്കത്തോടു കൂടി വേണം നമ്മൾ എടുക്കാൻ. ഇപ്പം ഞാൻ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ എഫ്രൈം ദ സിറിയൻ മാർ അപ്രൈം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുർബാന നമ്മൾ വായിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വർഗീയ മണവറയായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മണവറയില് മണവാളനും മണവാട്ടിയുമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മനസ്സ് പലതിൽ ഇടപെട്ടിട്ട് പോയി നമ്മൾ വന്ന് വിശുദ്ധ കുർബാനയെ അനുഭവിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് ഇത് രോഗത്തിന് കാരണമാകും, ശാപത്തിന് കാരണമാകും. അപ്പം എല്ലാ സൺഡേയിലും കുർബാന എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ഒരുങ്ങിയേ ചെയ്യാവൂ. എപ്പം കുർബാന അനുഭവിച്ചാലും അത് ഒരുങ്ങിയ സംബന്ധിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചിന്ത. ബാക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തിരുമേനി ഉണ്ട് ഇവിടെ, തിരുമേനി അത് ബാക്കി ആഡ് ചെയ്തു. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ എന്ന് വിശുദ്ധ കുർബാന അച്ഛൻ പറഞ്ഞ പോലെ ഒരുക്കത്തോടെ പോകുന്നു, അന്നൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കാനായിട്ടുള്ളത്. അല്ലാതെ ഒരു 40 ദിവസത്തിനകമോ അല്ലെങ്കിൽ 40 ദിവസത്തിൽ ഒരിക്കലും കുമ്പസാരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കണമെന്നുള്ളതല്ല. അതുകൊണ്ട് 40 ദിവസം എന്നുള്ളതില്ല. എന്നൊക്കെ നമ്മൾ കുർബാന അനുഭവിക്കുവാനായിട്ട് എത്രയും കൂടുതൽ പ്രാവശ്യം കുർബാന അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങാമോ അത്രയും നമ്മൾ വിശുദ്ധിയിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുർബാന എന്നും സ്വീകരിക്കുന്നത് അത് അനുതാപത്തോടെ ഒരുക്കത്തോടെ സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിന്റെ ഒരു പുസ്തകം ഇപ്പോഴ് ഇറങ്ങിയിട്ടുണ്ട്. അത് തീരുമാനമുണ്ട്.
വിശുദ്ധ കുർബാനയിലുള്ള കുർബാനയെ കുറിച്ചുള്ളതായ വിശദീകരണത്തില് അതിനകത്ത് പ്രത്യേകം ഇങ്ങനെ പറയുന്നുണ്ട്. അത് കുർബാന നിങ്ങൾക്ക് ഇതിപ്പോ സമയമില്ലാത്തത് കൊണ്ടാണ് 40 ദിവസത്തിൽ ഒരിക്കലോ ആണ്ടിൽ ഒരിക്കലോ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന പറയുന്നത് ശരിയായ നിർവചനമല്ല. പാപത്തിൽ ജീവിക്കുന്നതിന് തെറ്റാകിയാൽ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുന്നതും ഏതെങ്കിലും അവസരത്തിൽ പാപബോധം ഉണ്ടായാൽ കുമ്പസാരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ഒരു കുമ്പസാരം കഴിഞ്ഞാൽ 40 ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്കണമെന്ന് പറയുന്നതും ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് പറയുന്നതും രണ്ട് സാമാന്യ നിർദ്ദേശങ്ങളെന്നേ ഉള്ളൂ. ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസരിക്കാത്ത ഒരാളിനെ സഭാംഗമായി പോലും പരിഗണിക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ പള്ളി പൊതുയോഗങ്ങൾ സംബന്ധിക്കുവാൻ ഭരണഘടന അനുവദിക്കുന്നുമില്ല. ക്രമമായി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കാത്തവർ പള്ളി ഇടവകളിലെയോ മെത്രാസന ഇടവകളിലെയോ പൊതുയോഗങ്ങളിലും ഔദ്യോഗിക സമിതികളിലും അംഗങ്ങളായിരിക്കുന്നത് ഗുണത്തിന് പകരം ദോഷമുണ്ടായിരിക്കും. അങ്ങനെ വരാതിരിക്കുവാൻ പട്ടക്കാരും മേൽപ്പട്ടക്കാരും ജനങ്ങൾക്ക് ഉത്ബോധനം നൽകണം. ഇതാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് സ്വീകരിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിന്റെ 1979 തീരുമാനമാണ്. അച്ഛ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. അതായത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് ഇത് മാത്രമല്ല ഒത്തിരിയും കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാലോ. ചോദിച്ചോ. ചോദ്യം ഇതാണ് അച്ഛാ, നമ്മുടെ കുർബാനയ്ക്ക് ഇത്ര മാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കുകയും മറ്റു കൂദാശകളുടെ പൂർത്തീകരണമായിരിക്കുകയും ചെയ്തിട്ട് പോലും വിവാഹ കൂദാശയിൽ ഈ കുർബാന അർപ്പണം ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കെല്ലാവർക്കും ധൃതിയുള്ളവരല്ലേ, അതാണ് അതിൻ്റെ അകത്തെ കാര്യം. മണവാളനും മണവാട്ടിക്കും കുർബാന സ്വീകരണം ഉണ്ടായിരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ചിലപ്പോൾ കുറച്ചുകൂടെ അറിയായിരിക്കും. ഈ വടക്കൊക്കെ MB ജോർജ് അച്ഛൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, വടക്കൊക്കെ ഈ അടുത്ത കാലം വരെയും കുർബാന മധ്യത്തിലായിരുന്നു വിവാഹം എന്നൊക്കെ പറയാറുണ്ട് ക്ലാസ്സിൽ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അങ്ങനെ. ഇപ്പൊ നമ്മൾ ഈ മർത്തോമാക്കാര് പറയുന്നുണ്ട് ഞായറാഴ്ച ദിവസം വിവാഹം വെക്കരുതെന്ന് പറഞ്ഞിട്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളും ഞായറാഴ്ച പോലും ഇപ്പം വിവാഹം വെക്കാൻ മടിക്കുക. അപ്പൊ അത് സത്യത്തിൽ കുർബാനയോട് ചേർന്ന് വരേണ്ടതാണ്. ഇപ്പം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും അന്നേ ദിവസം രാവിലെ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ്. നമ്മുടെ എല്ലാ കൂദാശകളും പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു കൂദാശകളും പൂർത്തീകരിക്കപ്പെടുന്നില്ല. വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെയാണ്. പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ സമാപിച്ചു എന്ന് കരുതുന്നു. ഇനി കൂടെയുള്ള ചോദ്യങ്ങൾ അച്ഛൻ ഉറപ്പിച്ച പ്രകാരം അച്ഛന് നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെർമേനിയ ഗ്രൂപ്പിലോ ഇട്ടാല് അതിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. സമയം ദീർഘിച്ചതുകൊണ്ട് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ ഒരു വാക്ക് താങ്ക്സ് പറഞ്ഞ് തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം. ബൈബിൾ സമ്മറി എഴുതുന്നവര് അത് മുടങ്ങാതെ എഴുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ മാസത്തെ ബൈബിൾ സമ്മറിയുടെ പോർഷന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 മുതൽ 28 വരെയുള്ളതായ അധ്യായങ്ങളും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 തൊട്ട് 18 വരെയുള്ളതായ അധ്യായങ്ങളും ആണല്ലോ എഴുതിയിട്ടുള്ളവര്. അതായത് വൈദികരെ അത് കാണിച്ച് തിട്ടപ്പെടുത്തുവാനും ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയില് ശനിയും ഞായറും രാജസ്ഥാനിലുള്ളതായ ബിൽവാഡ ചിത്തോഡ്ഗഡ് ഇടവകകളിലാണ് പോയത്. ചെറിയ 10-12 ഇടവകകളുള്ളതായ പള്ളിയാണ്. അവിടെ ഒരുപാട് പേര് ഈ വിശുദ്ധ ബൈബിള്
സമ്മറി എഴുതി എന്നെ കാണിക്കുകയും ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. വലിയ വളരെ അഭിനന്ദനീയമായ പ്രശംസാർഹമായ കാര്യമാണ്. എല്ലാവരും അത് നടത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുകൂടെ ഇവിടെ ഓർപ്പിക്കുന്നു. റംബാച്ചൻ. റംബാച്ചൻ ഉണ്ടോ? ഹലോ ജേക്കബ് മാത്യു സാർ, ജിപ്സൺ അച്ഛന് ഒരു വാക്ക് താങ്ക്സ് പറയുക. ജിപ്സൺ അച്ഛൻ പ്ലീസ്. ഓക്കെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്ദനായ ലൈജു അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, പരിശുദ്ധവും രക്ഷാകരവുമായ ഈ വലിയ നോമ്പിൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന കർത്താവിൻ്റെ മനുഷ്യാവതാര വ്യാപാരത്തിലെ ഏറെ കാര്യങ്ങളും നാം അനുസ്മരിക്കുന്ന ശ്രേഷ്ഠ കൂദാശയാകുന്ന വിശുദ്ധ കുർബാനയുടെ ഒരു ലഘു പഠനം ഇത്രയും അനുഗ്രഹകരമായി നമുക്ക് വേണ്ടി കാഴ്ച സമർപ്പിച്ച ഏറ്റവും വന്ദനായ ലൈജു മാത്യു അച്ഛനോടുള്ള ഈ യോഗത്തിന്റെ പേരിലും ഭദ്രാസനത്തിന്റെ പേരിലുള്ള എല്ലാവിധമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. വളരെ തനതായ ശൈലിയിൽ, ആത്മീയ നിറവിൽ, നമ്മളൊരു ഒരിക്കലും കേൾക്കാത്ത അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെയാണ് അച്ഛൻ ആത്മീയ നിറവിൽ നമുക്ക് വേണ്ടി കാഴ്ച സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ അതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് പുറകാല് നമുക്ക് അതിൻ്റെ PPT ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ധ്യാനിക്കുവാനും പഠന വിഷയമാക്കുവാൻ തക്കവണ്ണം സഹായകരമാകും. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം ഏത് സംശയങ്ങളാണെങ്കിലും അച്ഛൻ പേഴ്സണലി ഈ യോഗത്തിൽ അച്ഛൻ്റെ വാട്സാപ്പ് നമ്പർ നൽകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ആ ഒരു അവസരം വിനിയോഗിക്കണമെന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വളരെയേറെ ആത്മാർത്ഥമായ താങ്ക്സ്, അതോടൊപ്പം തന്നെ നന്ദി, സ്നേഹം ലൈജു അച്ഛനെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ലൈജു അച്ഛനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമായ ഉത്തരാജയുടെ സ്ലീബായ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാകുടിയിൽ പിന്നെ ഭവനങ്ങളായി ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, കാലമൊക്കെ എല്ലാ സമയത്തും ദൈവത്തിന്റെ കീഴിൽ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും, ഞങ്ങളെല്ലാവരുടെ മേലും, എല്ലാ ഭവനങ്ങളുടെ മേലും, സ്വദ്രാസനത്തിന്റെ ഇടകളുടെ മേലും, ഖറാസ് എടുത്ത ബഹുമാനപ്പെട്ട അച്ഛനോടും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ്